ഹായ് ഹലോ. അപ്പം ഞാൻ സന്ധ്യയ്ക്കെടുത്ത വീഡിയോ അല്ലേ, അപ്പം തന്നെ ഇതെടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനെടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ഇവന്മാരെ കൂട്ടിലോട്ട് കിടത്തി. 3 ആൺകുട്ടികളാണ് കേട്ടോ. ഇവന്മാരെ കൂട്ടിലോട്ട് കിടത്തി. അപ്പം തന്നെ അതേ കൈ മാറ്റി കിടക്കാൻ വേണ്ടി കൈയൊക്കെ വെച്ച് കൊടുത്താൽ സെറ്റാക്കി. അവരപ്പം തന്നെ കിടത്തിയപ്പോൾ അവർക്ക് ഇഷ്ടമില്ലല്ലോ കൂട്ടി കിടക്കാനായിട്ട്. എൻ്റെ മടി കിടക്കാനാണ് ഇഷ്ടം. എന്നല്ല ആരമൂർത്തിയാണെങ്കിലും ശർമ്മയാണെങ്കിലും ഞങ്ങൾ മടിയിൽ ഞങ്ങൾ ദേഹത്ത് മുട്ടി കിടക്കാനാണ്, ചൂട് കിട്ടുമല്ലോ. അപ്പോൾ അമ്മയുടെ ഫീലിംഗ് അങ്ങനെ വരുമായിരിക്കും, അമ്മയാണെന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ അവർക്ക്, അതാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ സങ്കടമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ്. നിങ്ങളല്ല കൊണ്ട് കളഞ്ഞ ആളുടെ ആളും കാണണം. അതേ കറുത്ത കുഞ്ഞ് അമ്മ കിടക്കുമല്ലേ, അങ്ങനെ അമ്മയാണെന്ന് വിചാരിച്ചതേ പാൽ കുടിക്കാൻ ചെല്ലുക. അവനാണെങ്കിൽ അനങ്ങത്തില്ല, നമ്മുടെ കറമ്പനെ പോലെ തന്നെ. അവൻ പാൽ കുടിക്കുമോ രണ്ടുപേരും ചെന്നിട്ട്, എന്ത് പറയാനാണ്ട. അവൻ നോക്കിയേ, അവൻ എത്രയൊക്കെ അവർ ചെയ്തിട്ടും അവൻ അനങ്ങുന്നില്ല. എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ഗൈസ് ഇത് കണ്ടിട്ടേ, സത്യമായിട്ട് വേണ്ട. രണ്ടുപേരും ചെന്നിട്ട് തപ്പുവാ പാൽ കുടിക്കാനായിട്ട്. എന്ത് കഷ്ടമാ പാവം. എന്തിനാ ഇതുങ്ങളോട് ഇങ്ങനെ ചെയ്തത്? എന്തിനി ഒന്നുമില്ല, ഒന്നും പറയാൻ പോലും പറ്റണില്ല. 2-3 ദിവസം കഴിയും ഇവരിനി ഓക്കെ വരാനായിട്ട്. നമ്മൾ അന്നേരം ഓക്കെ ആവത്തുള്ളൂ. ഒരു ഇതില്ല, എനിക്ക് പേടിയുണ്ട്. എന്നു വെച്ചാൽ ഇവരെങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ള. അപ്പം ഒന്ന് ദേഹം ഒന്ന് കഴിയിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇനി മുറിഞ്ഞതൊക്കെ അല്ലേ, വേണ്ടല്ലോ അല്ലേ. ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ, കുളിപ്പിക്കാവോ. പിന്നെ ഇതിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നു, എനിക്ക് റിപ്ലൈ ഒരുമിച്ച് തരാം. എനിക്ക് സുഖമില്ലാത്തവരനാണ്, ഞാൻ ഫോണും കൊണ്ടിരിക്കാത്ത ആദ്യം. അപ്പം അതിൻ്റെ അമ്മ എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ടൊരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റിൽ കണ്ടു ഞാൻ. പക്ഷേ അമ്മ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരുമോ? ഇതിനെ ബോക്സിലാക്കി എവിടെയോ ഞങ്ങളുടെ അടുത്തൊരു ജംഗ്ഷനിൽ കൊണ്ട് കളഞ്ഞിട്ട് ഞങ്ങൾ പോയി വളരെ യാദൃശ്യമായിട്ട് ഞാനത് ഞങ്ങളുടെ കരച്ചിൽ കേട്ടത്. അതൊരു നിമിത്തം തന്നെയെന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോകേണ്ട ഞങ്ങളല്ല. വണ്ടി എടുത്തില്ല, ഞങ്ങൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു, ഓട്ടോയും കിട്ടിയില്ല. അപ്പം നടന്നു മോമേ ചെന്നിട്ട് പോകാമെന്നുള്ള രീതിയിൽ പോയി, അങ്ങനെ കണ്ടതാണ്. അല്ലാതെ നമ്മൾ അതിൻ്റെ അമ്മയെടുക്കെന്ന് പിടിച്ചുകൊണ്ട് വന്നതല്ല കേട്ടാ. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞെങ്കിൽ. അതിനി എന്തർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് റിപ്ലൈ തരുന്നത് കേട്ടോ. അപ്പോൾ ശരി, പിന്നെ കാണാം. ബൈ.